Hi everyone. ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നിർത്തിയിരുന്നു. അപ്പോൾ അതിന്റെ പ്രൂഫാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണ്. അത് മാത്രമല്ല, എഫിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് ആയ യുവും വിനും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ യുവിന്റെയും വിയുടെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് ux ഈക്വൽ ടു vy ആയിരിക്കും, uy ഈക്വൽ ടു മൈനസ് vx ആയിരിക്കും. മാത്രമല്ല, സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ എഫിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ux പ്ലസ് ഐ ഇൻറ്റു vx ആയിരിക്കും. പ്രൂഫ് നമുക്ക് എന്താണ് ഇതിൽ തന്നിട്ടുള്ളത്? ദ ഗിവൺ തിങ് ഇസ് f dash of z not exist. That is, limit delta z tends to 0, f of z naught plus delta z minus f of z naught divided by delta z exist. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? f dash of z naught ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിൽ ഇതിന്റെ ഈ കോഷ്യന്റ് ഇല്ലേ, അതായത് f of z naught plus delta z minus f of z naught by delta z ന്റെ വാല്യൂ നമ്മൾ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണ്. അതെങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, സെഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് ഐ വൈ. അതുകൊണ്ടാണ് എഫ് ഓഫ് സെഡിനെ എങ്ങനെ എഴുതിയത്? യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്ന് എഴുതിയത്. അതുപോലെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ സെഡ് നോട്ടിനെ ഞാൻ എഴുതാൻ പോകുന്നത് എക്സ് നോട്ട് പ്ലസ് ഐ ഇൻറ്റു വൈ നോട്ട് എന്നാണ്. അപ്പൊ നമുക്ക് എഫ് ഓഫ് സെഡ് നോട്ടിനെ നമ്മൾ എങ്ങനെ എഴുതുക? യു ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട്. എന്തുകൊണ്ട്? ബിക്കോസ് സെഡ് നോട്ടിലെ വേരിയബിൾസ് എക്സ് നോട്ടും വൈ നോട്ടും ആണ്, കമ്പോണൻസ്. അതുകൊണ്ടാണ് ഇവിടെ ആ കമ്പോണൻസ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പൊ അതുപോലെ ഈ ഒരു ടേംസിനെ ഞാൻ മാറ്റി എഴുതുകയാണ്. സോ വി ആർ ടേക്കിംഗ് എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു. എന്താണ് എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ്? ലിസൺ, സെഡ് നോട്ടിന് ഞാൻ എന്താണ് എഴുതുന്നത്? എക്സ് നോട്ട് പ്ലസ് ഐ ഇൻറ്റു വൈ നോട്ട്. ഡെൽറ്റ സെഡിനെ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് എഴുതുന്നു. Then what is z naught plus delta z? It is equal to x naught plus delta x plus i into y naught plus delta y. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഈ ഒരു ടേം ആണ്, വൈയുടെ സ്ഥാനത്ത് ഈ ഒരു ടേം ആണ്. സോ വാട്ട് ഈസ് എഫ് ഓഫ് z naught plus delta z? എഫ് ഓഫ് z naught plus delta z എന്താ വരിക? യു ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ആരാ വരിക? എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ. കാരണം എക്സിന്റെയും വൈയുടെയും ടേംസ് ഒന്ന് മാറുന്നു. കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ സെഡ് അല്ല. സെഡ് ആണെങ്കിൽ എന്താ വരിക? സെഡ് ആണെങ്കിൽ എക്സും വൈയും, സെഡ് നോട്ട് ആണെങ്കിൽ എക്സ് നോട്ടും വൈ നോട്ടും. ഇനി സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ ഈ ഒരു നോളേജ് വെച്ച് നമുക്ക് എഴുതാൻ സാധിക്കും എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു. ഈ ഫസ്റ്റത്തെ ഫംഗ്ഷനെ ഞാൻ ഇതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വരും മൈനസ് എഫ് ഓഫ് സെഡ് നോട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെഡ് നോട്ടിന് ഇങ്ങനെ എഴുതാം. ഇതാണ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതുന്നു, ഇമാജിനറി പാർട്ട് മാറ്റി എഴുതുന്നു. ഇതിൽ റിയൽ പാർട്ട് എന്ന് പറയുന്നത് യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്. അതിവിടെ ഞാൻ ഒരുമിച്ച് എഴുതി. പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഏതൊക്കെയാണ് വരുന്നത്? വിയുടെ ടേംസ് ഇതും ഇതും, അതിവിടെ ഒരുമിച്ച് എഴുതി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുന്നു. ഈ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ആ ലിമിറ്റ് ഉണ്ടല്ലോ, അതായത് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ബൈ ഡെൽറ്റ സെഡ്. ഈ ലിമിറ്റിന്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കും? നമ്മൾ ഡെൽറ്റ സെഡിന്റെ വാല്യൂ 0നോട് ടെൻഡ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലൂടെ ആണെങ്കിലും ഈ ലിമിറ്റിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണം, അല്ലെ? അതിന്റെ മീനിങ് അതല്ലേ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അതായത് ഞാനിപ്പോൾ ഡെൽറ്റ സെഡിന്റെ വാല്യൂ 0നോട് ടെൻഡ് ചെയ്യുന്നത് റിയൽ ആക്സിസിലൂടെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ബൈ ഡെൽറ്റ സെഡിന് ഒരു വാല്യൂ കിട്ടും. ഇതേ വാല്യൂ തന്നെയായിരിക്കും ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 അലോങ് ഇമാജിനറി ആക്സിസിലൂടെയും. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ വീണ്ടും ഞാൻ പറയുന്നു, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ സെഡിന്റെ വാല്യൂ 0ലേക്ക് ടെൻഡ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലൂടെ ആണെങ്കിലും ഈ ലിമിറ്റിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ബൈ ഡെൽറ്റ സെഡ് വിൽ ബി ഈക്വൽ ടു ദിസ് ഇഫ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 അലോങ് ഇമാജിനറി ആക്സിസ്. അപ്പൊ റിയൽ ആക്സിസിലൂടെ ടെൻഡ് ചെയ്താലും ഇമാജിനറി ആക്സിസിലൂടെ ടെൻഡ് ചെയ്താലും ഈ രണ്ട് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അതാണ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം. നമുക്കിനി ഓരോന്നിന്റെ ലിമിറ്റ് കാണാം.
ആദ്യം ഞാൻ റിയൽ ആക്സിസിലൂടെ ടെൻഡ് ചെയ്യുന്നു. ഡെൽറ്റ സെറ്റിന്റെ വാല്യൂ 0ലേക്ക് റിയൽ ആക്സിസിലൂടെ ടെൻഡ് ചെയ്യുന്നു. അപ്പൊ റിയൽ ആക്സിന്റെ പ്രത്യേകത എന്താ? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആയിരിക്കും, ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ലിമിറ്റ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ബൈ ഡെൽറ്റ സെറ്റിന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഈ ബുക്കിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ലിമിറ്റ് കാണാൻ പോവാണ് എലോങ് റിയൽ ആക്സിസ്. അപ്പൊ റിയൽ ആക്സിസിലെ ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 പകരം എന്ത് എഴുതുന്നു? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ഈക്വൽ ടു 0 എന്നും. ഈ വാല്യൂവിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടി. ഇതിൽ ഞാൻ ഡെൽറ്റ വൈക്ക് 0 കൊടുക്കും. ഡെൽറ്റ വൈക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേം പോവും, ഈ ടേം പോവും, ഈ ഡെൽറ്റ വൈയുടെ ടേം ഒക്കെ 0 ആയി പോവും. അപ്പൊ നമുക്ക് കിട്ടുന്ന ലിമിറ്റ് എന്താണെങ്കിൽ ഇതാണ്. അതായത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 വി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് മൈനസ് വി ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇതിന്റെ ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ സെറ്റ് എന്ന് പറയുന്ന ഈ വാല്യൂ എലോങ് റിയൽ ആക്സിസ്. എലോങ് റിയൽ ആക്സിൽ കിട്ടുന്ന വാല്യൂ ആണ് ഇത്. വാട്ട് ഈസ് ദിസ്? ഈ ലിമിറ്റ് എന്താ ശരിക്കും? നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡോ യു ബൈ ഡോ എക്സിന്റെ ഡെഫിനിഷൻ? നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ കാണുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സിന്റെ ഡെഫിനിഷൻ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ആണ്. ഓർമ്മയില്ലാത്തവര് വീണ്ടും അത് പഠിക്കുക. ഡോ യു ബൈ ഡോ എക്സിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. നിങ്ങൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പഠിച്ച സമയത്ത് ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്ലസ് ഐ ഇൻറ്റു ഈ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ ഡെഫിനിഷൻ ആണ്? ഡോ വി ബൈ ഡോ എക്സിന്റെ. ഡോ വി ബൈ ഡോ എക്സിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. അപ്പൊ പഠിക്കാത്തവര് അത് വീണ്ടും പഠിക്കുക. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. ഡോ വി ബൈ ഡോ എക്സിന്റെ ഡെഫിനിഷൻ ആണ് ഈ ഒരു ടേം, ഈ ഒരു ലിമിറ്റ്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? റിയൽ ആക്സിസിലൂടെ ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 ആയിരുന്നപ്പോ എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ആണെന്ന് കിട്ടി. എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട്, എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറയുന്നത് ഇതല്ലേ നമ്മൾ എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട്. എലോങ് റിയൽ ആക്സിസിൽ എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്തായിരുന്നു? നമ്മൾ കണ്ടെത്തിയത് ഇത്. ഇനി നമുക്ക് ഇമാജിനറി ആക്സിസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം പ്രൂവ് ചെയ്തു അല്ലെ? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് വെച്ചു. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ തന്നെ ഇപ്പൊ റിയൽ ആക്സിസിലൂടെ അല്ലേ ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 ചെയ്തത്? ഇതേപോലെ നമ്മൾ ഇമാജിനറി ആക്സിസിലൂടെ ഡെൽറ്റ സെറ്റിനെ 0ലേക്ക് ടെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇമാജിനറി ആക്സിസിലെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0ന് പകരം നമുക്ക് എഴുതാം ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഇമാജിനറി ആക്സിസിലൂടെ ഡെൽറ്റ സെറ്റ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 1. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ ഈ ഒരു ടേമിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം മുമ്പ് നമ്മൾ റിയൽ ആക്സിസിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു സ്റ്റെപ്പ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു സ്റ്റെപ്പിലായിരിക്കും നമ്മൾ എത്തിയിട്ടുണ്ടാവുക കേട്ടോ. നിങ്ങളത് നോട്ട്ബുക്കിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കിട്ടും. ഇവിടെ നമുക്ക് ഈ ഐയും ക്യാൻസൽ ചെയ്യാം. ഐയും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 വി ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ബൈ ഐയും ക്യാൻസൽ ചെയ്യുമ്പോൾ ബൈ ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ എന്ന്. ഇവിടെ ഈ ബുക്കിൽ ഇവിടെ ഒരു ഐയുടെ ഒരു ആവശ്യമില്ല കേട്ടോ, ഇത് തെറ്റിയതാണ്. ഓക്കെ, അപ്പൊ ഈ ഐയും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേം ഞാൻ ഇവിടെ എടുത്ത് എഴുതി. പക്ഷെ ഇവിടെ ഐ ക്യാൻസൽ ചെയ്യാനില്ല, ഡിവൈഡഡ് ബൈ ഐ എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തന്നിരുന്നു 1 ബൈ ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. 1 ബൈ ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ. അതുകൊണ്ട് തന്നെ ഈ ടേം 1 ബൈ ഐനെ ഞാൻ മൈനസ് ഐ എന്ന് എഴുതിയിട്ട് ഈ ടേമിനെ ഞാൻ ഇങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടേം ഇവിടേക്കും ഈ ടേം ഇങ്ങോട്ടും ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഈ കാണുന്ന ഈ ലിമിറ്റ് ഇല്ലേ, ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ വൈയുടെ ഡെഫിനിഷൻ ആണ്. ഡോ വി ബൈ ഡോ വൈ. അതുപോലെ തന്നെ ഈ കാണുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ വൈയുടെ ഡെഫിനിഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടിനെ എങ്ങനെ എഴുതാം? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്ന് എഴുതാം. ഡോ വി ബൈ ഡോ വൈ മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? എലോങ് റിയൽ ആക്സിസിലൂടെ നമ്മൾ ഡെൽറ്റ സെറ്റിനെ 0ലേക്ക് ടെൻഡ് ചെയ്തപ്പോൾ എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇമാജിനറി ആക്സിസിലൂടെ
ഡെൽറ്റ സെറ്റിനെ സീറോയിലേക്ക് ടെൻഡ് ചെയ്തപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കറിയാം ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണ്. ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണ് എന്തുകൊണ്ടാണ്? നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആക്സിസിലൂടെ പോയാലും ഇമാജിനറി ആക്സിസിലൂടെ പോയാലും ഒരേ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പൊ ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ ഇത് രണ്ടും കോംപ്ലക്സ് നമ്പേഴ്സ് ആണല്ലേ. കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ഇക്വേറ്റ് ചെയ്യുക? റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യും, ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യും. ഈ ഫസ്റ്റത്തിൽ റിയൽ പാർട്ട് ഏതാ വരുന്നത്? ഡോ യു ബൈ ഡോ എക്സ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റിയൽ പാർട്ട് ഇതിന്റെ റിയൽ പാർട്ടിനോട് ഈക്വൽ ആയിരിക്കും. ഇതിൽ ഏതാ റിയൽ പാർട്ട് വരുന്നത്? ഡോ വി ബൈ ഡോ വൈ. സോ വി ഗെറ്റ് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ എന്ന് കിട്ടി. അപ്പൊ ആദ്യത്തെ കഴിഞ്ഞു. ഇനി ഈ ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഇമാജിനറി പാർട്ട് ആരാ വരുന്നത്? ഡോ വി ബൈ ഡോ എക്സ്. രണ്ടാമത്തെ ഇമാജിനറി പാർട്ട് ആരാ വരുന്നത്? മൈനസ് ഡോ യു ബൈ ഡോ വൈ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ദിസ് ഇസ് രണ്ടാമത്തെ ഇക്വേഷൻ. സെക്കൻഡ് വൺ. അപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? എഫ് ഡിഫറൻഷ്യബിൾ ആണ് സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സി ആർ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഇസ് യു ആൻഡ് ബി സാറ്റിസ്ഫൈസ് സി ആർ ഇക്വേഷൻ, കോഷി റീമാൻ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൂഫ്. കഴിഞ്ഞു. ഒന്നും കൂടി ഞാൻ ഒന്ന് ഔട്ട്ലൈൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തരികയാണ്. നമുക്ക് തന്നിട്ടുള്ളത് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്തു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു. ഈ ലിമിറ്റിന്റെ വാല്യൂ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിയൽ ആക്സിസിലൂടെ പോയാലും ഇമാജിനറി ആക്സിസിലൂടെ പോയാലും ഈ ലിമിറ്റിന്റെ വാല്യൂ സെയിം ആയിരിക്കണം. അപ്പൊ റിയൽ ആക്സിസിലൂടെ പോകുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്തു? ഈ ഫംഗ്ഷന്റെ വാല്യൂ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വേറെ രീതിയിൽ കണ്ടെത്തി. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. അതിനുശേഷം റിയൽ ആക്സിസിലൂടെ ഡെൽറ്റ സെഡ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ലിമിറ്റിന്റെ വാല്യൂ എന്താണെന്ന് നോക്കി. എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിന്റെ വാല്യൂ എന്താണെന്ന് നോക്കി. ആ വാല്യൂ എന്തായിരുന്നു? ഇതായിരുന്നു. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ആണ്. ഇനി അതുപോലെ തന്നെ ഇമാജിനറി ആക്സിസിലൂടെ പോകുമ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈ ലിമിറ്റിന്റെ വാല്യൂ എന്താണെന്ന് നോക്കി. അതിന്റെ വാല്യൂ നമുക്ക് ഇതാണെന്ന് കിട്ടി. നമുക്കറിയാം രണ്ട് ഡയറക്ഷനിലൂടെ പോയാലും സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഇക്വേഷനല്ലേ, രണ്ട് ഈ നമ്പേഴ്സും സെയിം ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ഇക്വേറ്റ് ചെയ്യുക? റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യും, ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സി ആർ ഇക്വേഷൻസ് കിട്ടി. അപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിന്റെ വാല്യൂ എന്താണ്? യു എക്സ് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. യു എക്സ് പ്ലസ് ഐ ഇൻറ്റു വി എക്സ്. ഇവിടെ എക്സും വൈ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എക്സ് നോട്ട് കോമ വൈ നോട്ടിലായിരിക്കണം കേട്ടോ. ഇതാണ് തിയറം. അപ്പൊ എല്ലാവരും നോട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. താങ്ക് യു.